അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിൽ നിങ്ങൾ മറികടക്കണ്ട. നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലുള്ളവരാണ്. അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോളൂ. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കൂ മുഅ്മിനീങ്ങളെ. എങ്കിൽ ആ റബ്ബിന്റെ സഹായം എവിടെയും നമുക്ക് ലഭിക്കും. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അമ്പിയാക്കൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സാലിഹീങ്ങൾക്ക് പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വെറുതെ ചൊല്ലിയതല്ല. പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. എന്തിന്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. മഹാനവറുകൾക്ക് ചെയ്ത ഏക തെറ്റ്, മഹാനവറുകൾ ചെയ്ത ഏക തെറ്റ് വലിയ ബുദ്ധിയുള്ള ആളായിരുന്നു. ഒരു തെറ്റാ? ബുദ്ധിയുള്ള ആളെ അല്ലാഹു ബുദ്ധിയുള്ള ആളായിട്ട് പഠിച്ചതാ. അതിന് മൂപ്പര് ചെയ്ത തെറ്റാണോ? അത് വല്ലാത്ത ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലത്ത് തീരെ സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് മൂപ്പർക്ക് വരിസംഖ്യ കൊടുക്കാൻ കഴിയില്ല. ഉസ്താദിന് വരിസംഖ്യ കൊടുക്കാൻ കാശില്ല. അപ്പൊ ഉസ്താദ് ചിലപ്പോ ഗുരുനാഥൻ വേണ്ടതുപോലെ ഈ കുട്ടിയെ ശ്രദ്ധിക്കൂല. കാരണം വരിസംഖ്യ കിട്ടൂല. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. നിങ്ങളിവിടെ പിന്നെ അങ്ങനത്തെ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശമ്പളം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ ബാങ്ക് മിസ്സാക്കി എന്ന് പറഞ്ഞൊരു മൊയിലാരി അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടതാണ്. ശരിയായിട്ടോ എനിക്കറിയില്ല. അങ്ങനെയായി പോകാൻ പാടില്ല. സേവനങ്ങൾ അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. അല്ലാഹുവിന് വേണ്ടി സേവനം ചെയ്താൽ അള്ളങ്ങളെ സഹായിക്കും. യാതൊരു സംശയമില്ല. അതില് അനുഭവങ്ങളല്ലേ അള്ള സഹായിക്കും. ഞാനിപ്പോ ഏകദേശം ഒരു മാസത്തോളം വയത് പറഞ്ഞു പല സ്ഥലത്തായിട്ട്. സൂറത്തുൽ കഹ്ഫ് മാത്രം 16 ദിവസം 17 സ്ഥലത്ത് പ്രസംഗിച്ചു. സൂറത്തുൽ ദീൻ 2 ദിവസം കർണാടകയിൽ പോയി വയത് പറഞ്ഞു. സൂറത്തുൽ അഖ്ലാഖ് സ്വഭാവം പഠിക്കുന്ന സൂറത്തുൽ ഹുജറാത്ത് അത് 4 ദിവസം പറഞ്ഞു. ഇതൊന്നും 5 പൈസ കിട്ടാണ്ടുള്ള വേദ, 5 പൈസ കിട്ടാത്ത വേദ. അങ്ങനെ എത്ര വേദ പറഞ്ഞു. അപ്പോ സുബ്ഹാനല്ലാഹ് ഫീസൊക്കെ പറഞ്ഞ് വേദ വരുന്നില്ലേ. പക്ഷെ ഒരു കാശും പറഞ്ഞിട്ടില്ല, വാങ്ങിയിട്ടില്ല, തന്നിട്ടില്ല. കാരണം ഞാൻ തന്നെയാ സംഘാടകൻ. പിന്നെ എങ്ങനെ 5 പൈസ കിട്ടിയില്ല. പക്ഷെ എനിക്കത് ഒരു പ്രയാസം തന്നു. ഒരു പ്രയാസം തന്നിട്ടില്ല. ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം നമ്മുടെ മുഅല്ലിമീക്കും ഉസ്താദ് മുതഅല്ലിമീക്കും ഒക്കെ ധൈര്യം കിട്ടാൻ വേണ്ടി പറയാണ്. വേറൊരു ഉദ്ദേശത്തിലും പറയല്ല. പിന്നെ